ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു, ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, എക്സൈസ് കമ്മീഷണർ ADGP മഹിപാൽ യാദവ് IPS, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ടാണ് ജൂൺ 26 ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. MLA പറഞ്ഞതുപോലെ നിയമസഭ നടക്കുകയാണ്. അതിനിടയിൽ നിന്നാണ് ഞങ്ങൾ ഇരുവരും ഇവിടെ വന്നിട്ടുള്ളത്. അത് ഈ പരിപാടിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. എത്രയും വേഗം തന്നെ തിരിച്ച് നിയമസഭയിൽ എത്തുകയും വേണം. ഈ വർഷത്തെ മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം ഐക്യരാഷ്ട്ര സംഘടന നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ തീം ദ എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ്. പ്രതിരോധിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് മുമ്പേ ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മുമ്പേ നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും എന്നതുപോലെ ലഹരി എന്ന മഹാവിപത്തിനെ ചെറുക്കുന്നതിൽ മുൻപേ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം വലിയ സാമൂഹികവും സാമ്പത്തികവുമായ, ഒരുപക്ഷെ സാമൂഹികമായ നിക്ഷേപം വലിയ തോതിൽ നടത്തിയിട്ടുണ്ട് ഈ ലഹരി വിപത്തിനെ ചെറുക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ തയ്യാറാക്കിയിട്ടുള്ള 2 കൈപ്പുസ്തകങ്ങളാണ്. അതിലൊന്ന് വിദ്യാർത്ഥികൾക്കുള്ള കൈപ്പുസ്തകമാണ്. അതിന്റെ പേര് കവചം എന്നാണ്. രണ്ടാമത്തേത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള കൈപ്പുസ്തകമാണ്. അതിന്റെ പേര് കരുതൽ എന്നാണ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ ലഹരിയുടെ മഹാവിപത്തിനെതിരായ കവചം തീർക്കുകയും അതിൽ അകപ്പെടാതിരിക്കാനുള്ള കരുതൽ പുലർത്തുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇത് വലിയൊരു വർക്കാണ് വിമുക്തി മിഷൻ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇത് ഒരേപോലെ ഈ മഹാവിപത്തിനെ ചെറുക്കുന്നതിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനാവും തുടങ്ങിയ കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കുന്നതാണ് ഈ 2 പുസ്തകങ്ങൾ. 2 പുസ്തകം മാത്രം അല്ല സർക്കാർ നടത്തിയിട്ടുള്ള നിക്ഷേപം എന്നത്. കമ്മീഷണർ ഇവിടെ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, നിയമം നടപ്പിലാക്കാൻ, എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ. സമയപരിമിതി കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തെയാകെ ഈ പ്രതിരോധത്തിന്റെ ഭാഗമാക്കുന്നതിൽ, പ്രിവെൻഷന്റെ ഭാഗമാക്കുന്നതിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. അത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിൽ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സംസ്ഥാന മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർമാർ വരെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധ സമിതിയുടെ, ജനകീയ പ്രതിരോധ സമിതിക്ക് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പിന്നെ ജില്ലാ തലത്തിലുണ്ട്, തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, ഓരോ വാർഡ് തലത്തിലും വാർഡ് മെമ്പർമാരുണ്ട്. മാത്രമല്ല ഓരോ വിദ്യാലയ തലത്തിലും ഈ പ്രതിരോധ സമിതികളുണ്ട്. അപ്പൊ കവചമൊരുക്കുന്നത്, കരുതൽ കാണിക്കുന്നത് ജനങ്ങളാകെ ചേർന്നാണ്. ജനപ്രതിനിധികളാകെ അതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടാണ്. കാരണം അത്ര ഗുരുതരമായൊരു വിപത്തായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ചെറുപ്പത്തിലെ പിടികൂടുക, കാച്ച് ദം യങ് എന്നത് ഇന്ന് ലഹരി മാഫിയയുടെയും മുദ്രാവാക്യമാണ്. കൗമാരക്കാരെയാണ് പിടികൂടാൻ ശ്രമിക്കുന്നത്. അവരെ പിടികൂടി ഇതിന്റെ അടിമകളാക്കി മാറ്റാനാണ് ശ്രമം നടത്തുന്നത്. ഇത് വലിയ ബിസിനസ്സാണ്. കൊള്ളലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തിയാണ് ഇതിന് കാരണമായി തീരുന്നത്.
എന്നാൽ കൗമാരക്കാർ, ചെറുപ്പക്കാരൊക്കെ ഇതിനിരകളായി തീരുന്നതിനോ, നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വളരെ വിശദമായി തന്നെ ഇത് പറയുന്നുണ്ട്, ആരും വഴിതെറ്റണം എന്ന് തീരുമാനിച്ചുറച്ച് കുറച്ച് മയക്കുമരുന്ന് സേവിക്കണം എന്ന് കരുതിയിട്ടല്ല ഇത് തുടങ്ങുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലർ സൗഹൃദത്തിനാവാം, ചിലർ തമാശയ്ക്കാവാം, ചിലര് എന്തെങ്കിലും മാനസിക സംഘർഷം, അത് ചിലപ്പോൾ വീട്ടിലെ പ്രയാസങ്ങളാവാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രയാസങ്ങളാവാം. അതിനെ ഒക്കെ മറികടക്കാനുള്ള ഒരാശ്വാസം എന്ന നിലയിൽ, അല്ലെങ്കിൽ വെറും തമാശയ്ക്ക് ഒക്കെയാണ്. കാരണം എന്തുമാവട്ടെ, നിങ്ങൾ ഒരിക്കൽ ഇത് തുടങ്ങിപ്പോയാൽ ഇതിന്റെ ഒരു ആപത്ത് എന്ന് പറയുന്നത് മറ്റേതിൽ നിന്നും തിരിച്ചു നടക്കുന്നത്ര എളുപ്പത്തിൽ തിരിച്ചു നടക്കാനാവില്ല എന്നതാണ്. നിങ്ങൾ ഏത് ഒരു പതനത്തിൽ വീണാലും അവിടെ നിന്നൊക്കെ തിരിച്ചു കയറാൻ കഴിയുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഇതിൽ നിന്ന് തിരിച്ചു കയറുക എന്നാണ്. ഒരിക്കൽ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ഒരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നതാണ് അതിനർത്ഥം. അതാണ് കുട്ടികളെല്ലാം മനസ്സിലാക്കേണ്ടത്. വേണ്ടത്ര ചിന്താശേഷിയോ വിവേകമോ ഇല്ലാത്ത പ്രായത്തിൽ ഒരു രസത്തിന് എന്ന് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ തുടങ്ങുക. പക്ഷേ തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിർത്താൻ കഴിയാത്ത, പിന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് ഇത് മാറും എന്നതാണ് പ്രശ്നം. ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയാലുള്ള പ്രശ്നം, അത് ബ്രെയിനിലുണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്, കെമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ പെരുമാറ്റത്തെ, നിങ്ങളുടെ ചിന്തയെ ഒന്നിന്റെ മുകളിലും നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി വരും. ഏത് സാഹചര്യവും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതി വരും. നിങ്ങൾ സാധാരണ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? മൃഗങ്ങളിൽ നിന്നുള്ള മനുഷ്യന് വേർതിരിക്കുന്ന കാര്യം വിവേചന ബുദ്ധിയാണ്. അതില്ലാത്തവരായിട്ട് മാറും. വിവേചന ബുദ്ധി ഇല്ലാത്തവരായിട്ട് മാറും. അതാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന കൊടിയ ഹിംസയുടെ, വയലൻസിന്റെ, ക്രൈമിന്റെ, അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഞെട്ടലുളവാക്കുന്ന പല കാര്യങ്ങളുടെയും എല്ലാം പ്രധാന കാരണം ഈ ലഹരിക്കടിമപ്പെട്ട് നിങ്ങൾ അല്ലെങ്കിൽ അടിമപ്പെട്ടവർ വിവേചന ബുദ്ധിയില്ലാത്തവരായിട്ട് മാറുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതിന് അകപ്പെടാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ ചെറുക്കുക, പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. 3 തലത്തിലാണ് എക്സൈസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എൻഫോഴ്സ്മെന്റ്, മറ്റൊന്ന് ബോധവൽക്കരണം, ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രതിരോധം, മൂന്നാമത്തേത് വിമുക്തി എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം. വളരെ ദുഷ്കരമാണത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധ്യമാവാത്ത കാര്യമാണത്. പക്ഷേ തുടക്കത്തിൽ ഒക്കെ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നിയമം നടപ്പാക്കുന്നതല്ലാതെ പുനരധിവാസത്തിന് ഉള്ള കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ സെന്ററുകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ എന്നത് സംശയമാണ്. മറ്റെവിടെയും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത്ര മാനുഷികമായിട്ട് കൂടിയാണ് സർക്കാരും വകുപ്പും ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നത്. നിയമത്തിന്റെ ആംഗിളിൽ മാത്രമല്ല. നിയമത്തിന്റെ ഒരു വശമുണ്ട്, സാമൂഹികമായൊരു വശമുണ്ട്, മാനുഷികമായിട്ടൊരു വശവുമുണ്ട്. അങ്ങനെ സമഗ്രമായൊരു സമീപനമാണ് സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ഈ വിപത്തിനെ ചെറുക്കുന്നതിൽ പുലർത്തുന്നത്. അത് സർക്കാരിന്റെ, വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറേണ്ടതല്ല എന്നതുകൊണ്ടാണ് ജനങ്ങളെ ആകെ അണിനിരത്തുന്നത്. വലിയൊരു പങ്ക് രക്ഷിതാക്കൾക്കിതിൽ വഹിക്കാനുണ്ട്. അതുപോലെ തത്തുല്യമായൊരു പങ്ക് അധ്യാപകർക്ക് വഹിക്കാനുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞാൽ ഇതല്ല. നിങ്ങൾക്ക് ബാഹ്യമായ ലഹരിയെ, അത് മദ്യമാവാം, മയക്കുമരുന്നാവാം, സിന്തറ്റിക് ഡ്രഗ് ആവാം, അതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒറിജിനൽ ലഹരി, യഥാർത്ഥത്തിലുള്ള ലഹരി ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ്. അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരുപക്ഷെ അറിവാവാം, അല്ലെങ്കിൽ അത് സ്പോർട്സ് ആവാം, സംഗീതമാവാം, വായനയാവാം, ഭക്ഷണവുമാവാം, പലതുമാവാം, യാത്രയാവാം. ഇങ്ങനെ യഥാർത്ഥത്തിൽ ലഹരി കണ്ടെത്താൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ യഥാർത്ഥ ലഹരി കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം വ്യാജലഹരിയുടെ, കൃത്രിമമായ ലഹരിയുടെ, അങ്ങേയറ്റം
അപകടകരമായ മാരകമായ ലഹരിയുടെ പിന്നാലെ പോയി ജീവിതം തുലച്ചു കളയാതിരിക്കാനുള്ള ജാഗ്രത കുട്ടികൾ പുലർത്തേണ്ടതുണ്ട്. അതിനവരെ രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ സമൂഹവുമാകെ സഹായിക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ മുമ്പിലുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ.